എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മണിനാഥം എന്ന കവിതയാണ്. ഇടപ്പള്ളി കവികൾ എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും ഇടപ്പള്ളി രാഘവൻ പിള്ളയുമാണ്. സമകാലികരായ എഴുത്തുകാരായിരുന്നു രണ്ടുപേരും. സമകാലികർ എന്ന് മാത്രമല്ല, ഇവരുടെ രചനാശൈലിയിലും ഒട്ടേറെ സാദൃശ്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ജീവിച്ചിരിക്കുന്ന ലോകത്തെ എപ്പോഴും വെറുക്കുകയും മരണത്തെ എപ്പോഴും ആസ്വദിച്ചുകൊണ്ട് നടക്കുകയും ചെയ്തിരുന്ന കവികളായിരുന്നു ഇവർ രണ്ടുപേരും. ചങ്ങമ്പുഴയേക്കാളും ഒരുപക്ഷെ നേരത്തെ മരണത്തെ പുൽകിയ വ്യക്തി കൂടിയാണ് ഇടപ്പള്ളി. എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിലാണ് രാഘവൻ പിള്ള ജനിച്ചത്. സ്കൂൾ പഠനത്തിന് ശേഷം ട്യൂഷൻ അധ്യാപകനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. മാത്രമല്ല, ഭാഷാവർദ്ധിനി, കേരള കേസരി എന്നീ പത്രങ്ങളിലും അദ്ദേഹം തൻ്റെ സേവനം ചെയ്തിട്ടുണ്ട്. ജീവിതം മുഴുവൻ ക്ലേശകരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹത്തിന് അമ്മ നഷ്ടപ്പെട്ടു. രണ്ടാനമ്മയുടെ ക്രൂരതകൾക്കിടയിലായിരുന്നു അദ്ദേഹം തൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ജീവിതത്തെ അദ്ദേഹം ഒരുപാട് വെറുത്തിരുന്നു. KP അപ്പൻ പറയുന്നു, ഒരു പ്രണയ പരാജയം കൊണ്ട് മാത്രം അല്ല അദ്ദേഹം മരണത്തിലേക്ക് പോയത്. പ്രണയപരാജയം ഇല്ലാതിരുന്നാൽ കൂടിയും അത് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒന്നാണെന്നാണ് MP അപ്പൻ പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ള മണിനാഥം എന്ന കവിത തുടങ്ങുന്നതും അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ സൂചനകൾ നൽകിക്കൊണ്ടാണ്. മരണത്തിൻ്റെ കുറച്ച് മുമ്പെയാണ് അദ്ദേഹം ഈ കവിത എഴുതുന്നത്. കവിത ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: മണിമുഴക്കം, മരണദിനത്തിൻ്റെ മണിമുഴക്കം മധുരം വരുന്നു ഞാൻ, അണുനയിക്കുവാൻ എത്തുമെൻ കൂട്ടരോട് അരുളിരട്ടെ എൻ അന്ത്യയാത്രാമൊഴി. അപ്പോൾ തനിക്ക് ചുറ്റുമുള്ള തന്നെ അറിയുന്നവരായിട്ടുള്ള എല്ലാവരോടും യാത്രാമൊഴി ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം കവിത ആരംഭിക്കുന്നത്. സഹതപിക്കാത്ത ലോകത്തോടും എന്തിലും സഹകരിക്കുന്ന ശാരദ ആകാശത്തോടും തൻ്റെ കാവ്യരചനയിൽ തന്നെ സഹായിച്ച തൻ്റെ ഉറ്റതോഴനായ തൂലികയോടും തൻ്റെ കവിതകൾക്ക് പ്രചോദനം നൽകിയ പ്രകൃതിയോടും അന്ത്യയാത്രാമൊഴി ചോദിക്കുകയാണ് കവി. മണലടിഞ്ഞു മയങ്ങിക്കിടക്കട്ടെ പ്രണയമറ്റതാമീ മൺപ്രദീപകം. പ്രണയം നശിച്ച് മണ്ണിൽ ഒടുങ്ങിപ്പോകുന്ന ഒരു മൺവിളക്കായിട്ടാണ് അദ്ദേഹം തന്നെ കാണുന്നത്. അഴകൊഴുകുന്ന ജീവിതപ്പൂക്കളം, വഴിയരിയിലെ വിശ്രമത്താവളം. തൻ്റെ ഈ ജീവിതം തനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വിശ്രമ വേള മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അഴലിലാനന്ദ ലേശമിട്ടെപ്പോഴും മെഴുകി മോടി കലർത്തുമീ മേടയിൽ, കഴലൽപ്പം ഉയർത്തിയൂന്നിടുകിൽ വഴുതി വീഴാതിരിക്കില്ലൊരിക്കലും. അപ്പോൾ പ്രണയത്തിൻ്റേതോ മറ്റേതോ മായിക ലോകത്തിൽ ഒരല്പസമയമെങ്കിലും കവി വീണുപോയിട്ടുണ്ട് എന്നാണ് ഈ കവിതയിലൂടെ വ്യക്തമാക്കുന്നത്. ഒരു നല്ല വെൺമാളിക കണ്ടാൽ കഴലൊരു അല്പം ഊന്നിക്കൊണ്ട് അതിലേക്ക് കയറാൻ ശ്രമിക്കുന്നവരാണ് നമ്മളേവരും. അങ്ങനെ കയറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ അവിടെ നിന്നും വഴുതി വീഴുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. എന്നാൽ ആ വീഴ്ച ഒരിക്കലും നമ്മൾ മുൻകൂട്ടി കാണാറില്ല. അതിനു മുമ്പുള്ള സന്തോഷങ്ങൾ മുഴുവനും നമ്മൾ അനുഭവിക്കും. മലമുകളിൽ ഇഴഞ്ഞിഴഞ്ഞേറിടും മഴമുകിലെന്ന പോലെ ഞാൻ ഇത്രനാൾ, സുഗതസുന്ദര സ്വപ്നശതങ്ങൾ തൻ സുലളിതാനന്ദ ഗാനനിമഗ്നമായി, പ്രതിനിമിഷം നിറഞ്ഞു തുളുമ്പിടും പ്രണയമാദ്വിയ ലഹരിയിൽ ലീനനായി. അപ്പോൾ ഒരു പ്രണയമുണ്ടായിരുന്നു. ആ പ്രണയത്തിൻ്റെ ലഹരിയിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോയിരിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ സുന്ദര സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് കഴിച്ചുകൂട്ടി.
സ്വജനവേഷം ചമഞ്ഞവരേകിടും സുമമനോഹര സുസ്മിതാകൃഷ്ടനായി. എൻ്റെ ചുറ്റുമുള്ള എൻ്റെ സ്വജനങ്ങളുടെ മുഖത്ത് ഞാൻ കണ്ട ചിരി, ആ ചിരിയിൽ ഞാൻ ഒരു നിമിഷം ആകൃഷ്ടനായി പോവുകയാണ് ചെയ്തത്. അടിയുറയ്ക്കാതെ മേൽപോട്ടുയർന്നു പോയി അലകടലിൻ്റെ ആഴമളക്കുവാൻ. അപ്പോൾ ഒരു നിമിഷം ഞാൻ എങ്ങനെയാണ് അടിയുറയ്ക്കാതെ, എൻ്റെ കാൽ നിലത്ത് ഉറയ്ക്കാതെ ഞാൻ മേൽപോട്ടുയർന്നപ്പോൾ ഞാൻ വീഴുന്നതിൻ്റെ ആഘാതം എൻ്റെ അലകടലിൻ്റെ ആഴം അളക്കുവാൻ. അത്രത്തോളം വലിയൊരു ആഘാതത്തിലേക്കാണ് ഞാൻ വന്ന് പതിച്ചത്. ഒരു നിമിഷം സ്വപ്നത്തിലെന്ന പോലെ മിഴി തുറന്നു നോക്കുന്ന ഞാൻ കണ്ടത് കാരിരുമ്പ് അഴികൾക്കുള്ളിൽ കിടക്കുന്ന എന്നെയാണ്. ആ പ്രേമത്തിൻ്റെ തടവറയിൽ പെട്ടുപോയ ഞാൻ കുടില് കൊട്ടാരമാകാൻ ഉയരുന്നു, കടലിരമ്പുന്നു കൈത്തോട്ടിലെത്തുവാൻ. എപ്രകാരമാണ് ഒരു കുടില് കൊട്ടാരമാകാൻ ആഗ്രഹിക്കുന്നത്, ഒരു കടൽ കൈത്തോട്ടിലെത്താൻ ആഗ്രഹിക്കുന്നത്? അത്രയും വ്യർത്ഥമായ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ആ പ്രണയം എന്ന് ഞാൻ തിരിച്ചറിയാൻ വൈകിപ്പോയി. മണിമുഴക്കം, മരണദിനത്തിൻ്റെ മണിമുഴക്കം, മധുരം വരുന്നു ഞാൻ. അപ്പോൾ പിന്നീട് അദ്ദേഹം മരണത്തെക്കുറിച്ച് പിന്നെയും ചിന്തിച്ചു തുടങ്ങി. താൻ അത്രയും ആഗ്രഹിച്ചിരുന്ന ആ പ്രണയം തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ വീണ്ടും അത്രയും ലോലഹൃദയനായിരുന്ന ഇടപ്പള്ളി വീണ്ടും മരണത്തെ തന്നെ മുന്നിൽ കണ്ടു. ചിരികൾ തോറുമെൻ പട്ടടത്തീപ്പൊരി ചിതറിടുന്നോരരങ്ങത്തു നിന്നിനി വിട തരൂ, മതി പോകട്ടെ ഞാനുമെൻ നടനവിദ്യയും മൂകസംഗീതവും. വിവിധ രീതിയിൽ ഒറ്റ നിമിഷത്തിൽ വിഷമമാണെനിക്കാടുവാൻ പാടുവാൻ. അപ്പോൾ ഈ ലോകത്തിൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റാത്ത ഈ ലോകത്തിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിൽ, അവർ പറയുന്ന രീതിയിൽ ആടുവാനും പാടുവാനും എനിക്ക് കഴിയില്ല. ഞാൻ എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ എനിക്ക് ഈ ലോകത്ത് സാധിക്കില്ല എന്ന് അദ്ദേഹം സ്വയം വിലയിരുത്തുന്നു. നവരസങ്ങൾ സ്ഫുരിക്കണമൊക്കെയും അവരവർക്കിഷ്ടമായിട്ടായിരിക്കണം. നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത് നമ്മുടെ ഇഷ്ടത്തിനായിരിക്കണം. അല്ലാതെ മറ്റുള്ളവർ പറയുന്ന രീതിയിൽ ജീവിക്കാൻ ഒരിക്കലും എനിക്ക് ഈ ലോകത്ത് സാധ്യമല്ല. അണിയലൊക്കെ കഴിഞ്ഞു ഞാൻ പിന്നെയും അണിയറയിലിരുന്നു നിഗൂഢമായി. പല ദിനവും നവനവ രീതികൾ പരിചയിച്ചു വലിച്ചില്ലൊരൽപ്പവും. പക്ഷെ എങ്കിലും ഈ ലോകത്ത് ജീവിച്ചു പോകാൻ വേണ്ടി ഞാൻ പലപ്പോഴും പുതിയ പുതിയ രീതികൾ ഞാൻ അഭ്യസിച്ചു കൊണ്ടേയിരുന്നു. പക്ഷേ അതിലൊന്നും വിജയിക്കാൻ എനിക്ക് സാധിച്ചില്ല. ഒരിക്കലും നിങ്ങളുടെ രീതിയിലേക്ക് മാറാൻ എനിക്ക് കഴിയില്ല എന്ന് കവി വിലയിരുത്തുന്നു. ചിരി ചൊരിയുവാനായി എൻ ദേശികൾ ശിരസി താടനമേറ്റി പലപ്പോഴും. വിസ്മയം വിസ്മയം ലോകമേ, അതിവിചിത്രമീ നൃത്തശിക്ഷാക്രമം. ഈ ലോകത്തിൻ്റെ ഗതി എന്നുള്ളത് വളരെ വിസ്മയകരമാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ പറ്റാത്ത ഈ ലോകത്ത് അടിച്ചേൽപ്പിക്കുന്ന രീതികൾ, അത് സഹിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് എത്ര വിസ്മയകരമായ കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഒന്ന് കളരി മാറി ചവിട്ടുവാൻ, കളിയരങ്ങൊന്ന് മാറി നോക്കുവാൻ. പ്രണയനാടകം എന്നും ഇതുവിധം നിണമണിയിച്ച് ഇരുന്നെത്താതിരുന്നിട. ഒരു പ്രണയകാവ്യവും വിഷമതകളില്ലാതെ അവസാനിച്ചിട്ടില്ല. എൻ്റെ പ്രണയവും ഇതുപോലെ സങ്കടത്തിൽ അവസാനിക്കട്ടെ എന്നാണ് കവി പറയുന്നത്. വീണ്ടും മണിമുഴക്കം, മരണദിനത്തിൻ്റെ മണിമുഴക്കം, മധുരം വരുന്നു ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മരണത്തിൻ്റെ സാധൂകരണത്തെ നിരത്തുകയാണ് കവി ചെയ്യുന്നത്. ഉദയമുണ്ടിനി മേലിലതെങ്കിലും ഒന്നുദകകൃത്യങ്ങൾ ചെയ്യുവാനെത്തിടും. ഇനിയൊരു പുലരി എനിക്കുണ്ടെങ്കിൽ അത് എൻ്റെ മരണത്തിൻ്റെ ഉദകക്രിയ ചെയ്യുവാനായിരിക്കണം. സ്ഥിരതയില്ലാത്ത ലോകത്തിലെന്തിനായി ചിരവിരഹി ഞാൻ മേലിലും കേഴണം. ഒന്നിലും സ്ഥിരതയില്ലാത്ത ഈ ലോകത്ത് ഞാൻ എന്തിനാണ് ഇനിയും ജീവിച്ചിരിക്കുന്നത്? മധുര ചിന്തകൾ മാഞ്ഞുപോയിടവേ മരണമാണിനി ജീവിച്ചിരിക്കുവാൻ. എനിക്കിനി മരണം മാത്രമാണ് മുന്നിലുള്ളത്. ജീവിച്ചിരിക്കുവാൻ അല്പം പോലും യോഗ്യനല്ല ഞാനിവിടെ എന്ന് കവി
സ്വയം പറയുന്നു. ഹൃദയമില്ലാത്ത ലോകമേ എന്തിനായി അതിനു കാരണം ചോദിപ്പു നീ സദാ. ഹൃദയമില്ലാത്ത ഈ ലോകത്ത് എന്തിനാണ് എല്ലാവരും ഞാൻ മരിക്കാനുള്ള കാരണം തിരയുന്നത്? പരസഹസ്രം രഹസ്യമുണ്ടെന്നുമെൻ പുറകിൽ നിന്നിതം പുറകിൽ നിന്ന് വിങ്ങിക്കരയുവാൻ ആയിരക്കണക്കിന് കാരണങ്ങൾ എനിക്കുണ്ട് എന്ന് കവി പറയുന്നു. സമയമായി ഞാൻ നീളും നിഴലുകൾ ക്ഷമയളന്നതാ നിൽക്കുന്നു നീളവേ. ഇനി എനിക്ക് ഒട്ടും സമയമില്ല. എൻ്റെ നിഴലുകൾ അക്ഷമരായി എന്നെ കാത്തിരിക്കുന്നു. എനിക്ക് മരണത്തിലേക്ക് പോകുവാൻ സമയം അടുത്തിരിക്കുന്നു എന്ന് കവി പറയുന്നു. എങ്കിലും പ്രണയം നഷ്ടപ്പെട്ടിട്ടും കാമുകിയെ ഒരിക്കൽ പോലും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നില്ല. പ്രണയത്തെ അത്രയും വലിയൊരു കാര്യമായി കൊണ്ടു നടക്കുന്ന കവിയെയാണ് നമ്മളിവിടെ കാണുന്നത്. പവിഴരേഖയാൽ ചുറ്റും അനന്തമാ ഗഗനസീമയിൽ പ്രേമപ്പൊലിമയിൽ കതിർവിരിച്ചു വിളങ്ങുമാ കാർത്തിക കനകതാരമുണ്ടൻ കർമ്മസാക്ഷിയായി. അവൾ അവങ്കില ദൂരെയാണെങ്കിലും അരികിലുണ്ടെനിക്കെപ്പോഴും കൂട്ടിനായി. അവൾ എന്നിൽ നിന്നും എത്ര അകന്നു പോയാലും എൻ്റെ ഓരോ നിമിഷവും അവൾ എനിക്കായി കൂട്ടിരിക്കുന്നു. എൻ്റെ ഓർമ്മകളിൽ നിന്നും അവൾ ഒരിക്കലും മാഞ്ഞു പോകില്ല എന്ന് കവി പറയുന്നു. കഠിനകാലം കഥനമൊരൽപ്പമാ കവിളിണയിൽ കലർത്താതിരിക്കണേ. നിസ്വാർത്ഥമായ പ്രണയമാണ് നമ്മൾ ഈ വരികളിൽ കാണുന്നത്. എനിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും എൻ്റെ കാമുകിയുടെ കവിളിണയിൽ ഒരു തുള്ളി കണ്ണീർ പോലും വരുത്താതിരിക്കണേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. പരിഭവത്തിൻ പരുഷ പാഷാണകം തുരുതുരയായി പതിച്ചു തളർന്നൊരൻ ഹൃദയം മൺഭിത്തി ഭേദിച്ചു തീരുമി രുതിരബിന്ദുക്കൾ ഓരോന്നും മൊഴിയിൽ. പ്രണയഗാനം എഴുതുന്ന തൂലികയ്ക്കുണർവിയറ്റുമോ ഏറ്റാൽ ഫലിക്കുമോ. ഇത്രയൊക്കെ പരിഭവങ്ങൾ പറഞ്ഞ് തളർന്നു പോകുന്ന എൻ്റെ മനസ്സിൻ്റെ ഹൃദയഭിത്തിയിൽ നിന്നും മുതിർന്നു വീഴുന്ന രക്തത്തുള്ളികൾ പ്രണയഗാനം എഴുതി തുടങ്ങുന്ന ഓരോ കവിക്കും ആ കവികളുടെ തൂലികയിൽ മഷിയായി പടർന്ന് ഇനിയും ഒരുപാട് നല്ല പ്രണയ കവിതകൾ ഉണ്ടാകട്ടെ എന്ന് കവി ചിന്തിക്കുന്നു. തൻ്റെ രക്തസാക്ഷിത്വം കൊണ്ട് കവികൾക്കും കവിതകൾക്കും ഉണർവുണ്ടാകാൻ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആശ്വസിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ ആശംസിച്ചുകൊണ്ടാണ് അദ്ദേഹം കവിത അവസാനിപ്പിക്കുന്നത്. ഈ കവിതയിൽ നമ്മൾ കാണുന്നത് ഒരു ചെറിയ കാര്യം കൊണ്ടുപോലും ഒന്നും സഹിക്കാൻ കഴിയാതെ മരണത്തെ മാത്രം മുന്നിൽ കണ്ട് നടക്കുന്ന കവിയെയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്രത്തോളം ലോലമായിരിക്കും എന്ന് ഇതിൽ നിന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. എല്ലാത്തിനും കാരണം അദ്ദേഹത്തിൻ്റെ അന്തർമുഖത്വമായിരിക്കണം. ഒന്നും തുറന്നു പറയാൻ കഴിയാതെ മറ്റുള്ളവർ പറയുന്നത് സങ്കടത്തോടെ ഏറ്റുവാങ്ങിക്കൊണ്ട് തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ഒരുപക്ഷെ തൻ്റെ കുട്ടിക്കാലത്ത് നിന്ന് കിട്ടിയ ദുരനുഭവങ്ങൾ കൊണ്ട് മാത്രമായിരിക്കും. ചെറുപ്പം തൊട്ടേ യാതൊരു സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയാതിരുന്ന കവി തനിക്ക് ചുറ്റുമുള്ള സന്തോഷങ്ങളൊന്നും സ്വീകരിക്കാൻ കഴിയാതെ പോയതും അതുകൊണ്ട് തന്നെയായിരിക്കണം. ഒരു പ്രണയം നഷ്ടപ്പെട്ടാൽ അടുത്ത പ്രണയത്തിന് പിന്നാലെ ഓടുന്ന പുതിയ തലമുറ ഇങ്ങനെ ഒരു കവിയെ ഒരു പക്ഷേ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കില്ല. എങ്കിലും പ്രണയത്തിനു വേണ്ടി സ്വന്തം ജീവിതം തന്നെ ബലി കൊടുത്ത ഒരു കവിയെയാണ് മണിനാഥത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും കവിത നന്നായിട്ട് വായിക്കണം. വായിച്ചതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നോട്ട് ബുക്കിൽ കവിതയുടെ സാരം, നിങ്ങൾ ഓരോരുത്തരും ക്ലാസ് കണ്ടതിന് ശേഷം കവിതയുടെ സാരം നോട്ട് ബുക്കിൽ കുറിച്ച് വെക്കണം. ഓക്കെ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മണിനാഥം എന്ന കവിതയാണ്.
ഇടപ്പള്ളി കവികൾ എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും ഇടപ്പള്ളി രാഘവൻ പിള്ളയുമാണ്. സമകാലികരായ എഴുത്തുകാരായിരുന്നു രണ്ടുപേരും. സമകാലികർ എന്ന് മാത്രമല്ല, ഇവരുടെ രചനാശൈലിയിലും ഒട്ടേറെ സാദൃശ്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ജീവിച്ചിരിക്കുന്ന ലോകത്തെ എപ്പോഴും വെറുക്കുകയും മരണത്തെ എപ്പോഴും ആസ്വദിച്ചുകൊണ്ട് നടക്കുകയും ചെയ്തിരുന്ന കവികളായിരുന്നു ഇവർ രണ്ടുപേരും. ചങ്ങമ്പുഴയേക്കാളും ഒരുപക്ഷെ നേരത്തെ മരണത്തെ പുൽകിയ വ്യക്തി കൂടിയാണ് ഇടപ്പള്ളി. എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിലാണ് രാഘവൻ പിള്ള ജനിച്ചത്. സ്കൂൾ പഠനത്തിനു ശേഷം ട്യൂഷൻ അധ്യാപകനായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. മാത്രമല്ല, ഭാഷാവർദ്ധിനി, കേരള കേസരി എന്നീ പത്രങ്ങളിലും അദ്ദേഹം തൻ്റെ സേവനം ചെയ്തിട്ടുണ്ട്. ജീവിതം മുഴുവൻ ക്ലേശകരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ നഷ്ടപ്പെട്ടു. രണ്ടാനമ്മയുടെ ക്രൂരതകൾക്കിടയിലായിരുന്നു അദ്ദേഹം തൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ജീവിതത്തെ അദ്ദേഹം ഒരുപാട് വെറുത്തിരുന്നു. KP അപ്പൻ പറയുന്നു, ഒരു പ്രണയ പരാജയം കൊണ്ട് മാത്രം അല്ല അദ്ദേഹം മരണത്തിലേക്ക് പോയത്. പ്രണയപരാജയം ഇല്ലാതിരുന്നാൽ കൂടിയും അത് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒന്നാണെന്നാണ് MP അപ്പൻ പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ള മണിനാഥം എന്ന കവിത തുടങ്ങുന്നതും അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ സൂചനകൾ നൽകിക്കൊണ്ടാണ്. മരണത്തിൻ്റെ കുറച്ച് മുമ്പെയാണ് അദ്ദേഹം ഈ കവിത എഴുതുന്നത്. കവിത ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: മണിമുഴക്കം, മരണദിനത്തിൻ്റെ മണിമുഴക്കം, മധുരം വരുന്നു ഞാൻ അണുനയിക്കുവാൻ എത്തുമെൻ കൂട്ടരോട് അരുളിരട്ടെ എൻ അന്ത്യയാത്രാമൊഴി. അപ്പോൾ തനിക്ക് ചുറ്റുമുള്ള തന്നെ അറിയുന്നവരായിട്ടുള്ള എല്ലാവരോടും യാത്രാമൊഴി ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം കവിത ആരംഭിക്കുന്നത്. സഹതപിക്കാത്ത ലോകത്തോടും എന്തിലും സഹകരിക്കുന്ന ശാരദ ആകാശത്തോടും തൻ്റെ കാവ്യരചനയിൽ തന്നെ സഹായിച്ച തൻ്റെ ഉറ്റ തോഴനായ തൂലികയോടും തൻ്റെ കവിതകൾക്ക് പ്രചോദനം നൽകിയ പ്രകൃതിയോടും അന്ത്യയാത്രാമൊഴി ചോദിക്കുകയാണ് കവി. മണലടിഞ്ഞു മയങ്ങിക്കിടക്കട്ടെ പ്രണയമറ്റതാമീ മൺപ്രദീപകം. പ്രണയം നശിച്ച് മണ്ണിൽ ഒടുങ്ങിപ്പോകുന്ന ഒരു മൺവിളക്കായിട്ടാണ് അദ്ദേഹം തന്നെ കാണുന്നത്. അഴകൊഴുകുന്ന ജീവിത പൂക്കളം, വഴിയരിയിലെ വിശ്രമത്താവളം. തൻ്റെ ഈ ജീവിതം തനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വിശ്രമ വേള മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അഴലിലാനന്ദ ലേശമിട്ടെപ്പോഴും മെഴുകി മോടി കലർത്തുമീ മേടയിൽ കഴലൽപ്പം ഉയർത്തിയൂന്നിടുകിൽ വഴുതി വീഴാതിരിക്കില്ലൊരിക്കലും. അപ്പോൾ പ്രണയത്തിൻ്റേതോ മറ്റേതോ മായിക ലോകത്തിൽ ഒരല്പസമയമെങ്കിലും കവി വീണുപോയിട്ടുണ്ട് എന്നാണ് ഈ കവിതയിലൂടെ വ്യക്തമാക്കുന്നത്. ഒരു നല്ല വെൺമാളിക കണ്ടാൽ കഴലൊരു അല്പം ഊന്നിക്കൊണ്ട് അതിലേക്ക് കയറാൻ ശ്രമിക്കുന്നവരാണ് നമ്മളേവരും. അങ്ങനെ കയറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ അവിടെ നിന്നും വഴുതി വീഴുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. എന്നാൽ ആ വീഴ്ച ഒരിക്കലും നമ്മൾ മുൻകൂട്ടി കാണാറില്ല. അതിനു മുമ്പുള്ള സന്തോഷങ്ങൾ മുഴുവനും നമ്മൾ അനുഭവിക്കും. മലമുകളിൽ ഇഴഞ്ഞിഴഞ്ഞേറിടും മഴമുകിലെന്ന പോലെ ഞാൻ ഇത്രനാൾ സുഗതസുന്ദര സ്വപ്നശതങ്ങൾ തൻ സുലളിതാനന്ദ ഗാനനിമഗ്നമായി പ്രതിനിമിഷം നിറഞ്ഞു തുളുമ്പിടും പ്രണയമാദ്വിയ ലഹരിയിൽ ലീനനായി. അപ്പോൾ ഒരു പ്രണയമുണ്ടായിരുന്നു. ആ പ്രണയത്തിൻ്റെ ലഹരിയിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോയിരിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ സുന്ദര സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് കഴിച്ചുകൂട്ടി. സ്വജനവേഷം ചമഞ്ഞവരേകിടും സുമമനോഹര സുസ്മിതാകൃഷ്ടനായി. എൻ്റെ ചുറ്റുമുള്ള എൻ്റെ സ്വജനങ്ങളുടെ മുഖത്ത് ഞാൻ കണ്ട ചിരി, അത്
ആ ചിരിയിൽ ഞാൻ ഒരു നിമിഷം ആകൃഷ്ടനായി പോവുകയാണ് ചെയ്തത്. അടിയുറയ്ക്കാതെ മേൽപോട്ടുയർന്നു പോയി അലകടലിൻ്റെ ആഴമളക്കുവാൻ. അപ്പോൾ ഒരു നിമിഷം ഞാൻ എങ്ങനെയാണ് അടിയുറയ്ക്കാതെ, എൻ്റെ കാൽ നിലത്ത് ഉറയ്ക്കാതെ ഞാൻ മേൽപോട്ടുയർന്നപ്പോൾ ഞാൻ വീഴുന്നതിൻ്റെ ആഘാതം എൻ്റെ അലകടലിൻ്റെ ആഴമളക്കുവാൻ. അത്രത്തോളം വലിയൊരു ആഘാതത്തിലേക്കാണ് ഞാൻ വന്ന് പതിച്ചത്. ഒരു നിമിഷം സ്വപ്നത്തിലെന്ന പോലെ മിഴി തുറന്നു നോക്കുന്ന ഞാൻ കണ്ടത് കാരിരുമ്പ് അഴികൾക്കുള്ളിൽ കിടക്കുന്ന എന്നെയാണ്. ആ പ്രേമത്തിൻ്റെ തടവറയിൽ പെട്ടുപോയ ഞാൻ കുടില് കൊട്ടാരമാകാനുയരുന്നു, കടലിരമ്പുന്നു കൈത്തോട്ടിലെത്തുവാൻ. എപ്രകാരമാണ് ഒരു കുടില് കൊട്ടാരമാകാൻ ആഗ്രഹിക്കുന്നത്, ഒരു കടൽ കൈത്തോട്ടിലെത്താൻ ആഗ്രഹിക്കുന്നത്? അത്രയും വ്യർത്ഥമായ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ആ പ്രണയം എന്ന് ഞാൻ തിരിച്ചറിയാൻ വൈകിപ്പോയി. മണിമുഴക്കം, മരണദിനത്തിൻ്റെ മണിമുഴക്കം, മധുരം വരുന്നു ഞാൻ. അപ്പോൾ പിന്നീട് അദ്ദേഹം മരണത്തെക്കുറിച്ച് പിന്നെയും ചിന്തിച്ചു തുടങ്ങി. താൻ അത്രയും ആഗ്രഹിച്ചിരുന്ന ആ പ്രണയം തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ വീണ്ടും അത്രയും ലോലഹൃദയനായിരുന്ന ഇടപ്പള്ളി വീണ്ടും മരണത്തെ തന്നെ മുന്നിൽ കണ്ടു. ചിരികൾ തോറുമെൻ പട്ടടത്തീപ്പൊരി ചിതറിടുന്നോരരങ്ങത്തു നിന്നിനി വിട തരൂ, മതി പോകട്ടെ ഞാനുമെൻ നടനവിദ്യയും മൂകസംഗീതവും. വിവിധ രീതിയിൽ ഒറ്റ നിമിഷത്തിൽ വിഷമമാണെനിക്കാടുവാൻ പാടുവാൻ. അപ്പോൾ ഈ ലോകത്തിൽ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റാത്ത ഈ ലോകത്തിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിൽ, അവർ പറയുന്ന രീതിയിൽ ആടുവാനും പാടുവാനും എനിക്ക് കഴിയില്ല. ഞാൻ എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ എനിക്ക് ഈ ലോകത്ത് സാധിക്കില്ല എന്ന് അദ്ദേഹം സ്വയം വിലയിരുത്തുന്നു. നവരസങ്ങൾ സ്ഫുരിക്കണമൊക്കെയും അവരവർക്കിഷ്ടമായിട്ടായിരിക്കണം. നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത് നമ്മുടെ ഇഷ്ടത്തിനായിരിക്കണം. അല്ലാതെ മറ്റുള്ളവർ പറയുന്ന രീതിയിൽ ജീവിക്കാൻ ഒരിക്കലും എനിക്ക് ഈ ലോകത്ത് സാധ്യമല്ല. അണിയലൊക്കെ കഴിഞ്ഞു ഞാൻ പിന്നെയും അണിയറയിലിരുന്നു നിഗൂഢമായി. പല ദിനവും നവനവ രീതികൾ പരിചയിച്ചു വലിച്ചില്ലൊരൽപ്പവും. പക്ഷെ എങ്കിലും ഈ ലോകത്ത് ജീവിച്ചു പോകാൻ വേണ്ടി ഞാൻ പലപ്പോഴും പുതിയ പുതിയ രീതികൾ ഞാൻ അഭ്യസിച്ചു കൊണ്ടേയിരുന്നു. പക്ഷേ അതിലൊന്നും വിജയിക്കാൻ എനിക്ക് സാധിച്ചില്ല. ഒരിക്കലും നിങ്ങളുടെ രീതിയിലേക്ക് മാറാൻ എനിക്ക് കഴിയില്ല എന്ന് കവി വിലയിരുത്തുന്നു. ചിരി ചൊരിയുവാനായി എൻ ദേശികൾ ശിരസി താടനമേറ്റി പലപ്പോഴും. വിസ്മയം വിസ്മയം ലോകമേ, അതിവിചിത്രമീ നൃത്തശിക്ഷാക്രമം. ഈ ലോകത്തിൻ്റെ ഗതി എന്നുള്ളത് വളരെ വിസ്മയകരമാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ പറ്റാത്ത ഈ ലോകത്ത് അടിച്ചേൽപ്പിക്കുന്ന രീതികൾ, അത് സഹിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് എത്ര വിസ്മയകരമായ കാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഒന്ന് കളരി മാറി ചവിട്ടുവാൻ, കളിയരങ്ങൊന്ന് മാറി നോക്കുവാൻ. പ്രണയ നാടകം എന്നും ഇതുവിധം നിണമണിയിച്ച് ഇരുന്നെത്താതിരുന്നിട. ഒരു പ്രണയകാവ്യവും വിഷമതകളില്ലാതെ അവസാനിച്ചിട്ടില്ല. എൻ്റെ പ്രണയവും ഇതുപോലെ സങ്കടത്തിൽ അവസാനിക്കട്ടെ എന്നാണ് കവി പറയുന്നത്. വീണ്ടും മണിമുഴക്കം, മരണദിനത്തിൻ്റെ മണിമുഴക്കം, മധുരം വരുന്നു ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മരണത്തിൻ്റെ സാധൂകരണത്തെ നിരത്തുകയാണ് കവി ചെയ്യുന്നത്. ഉദയമുണ്ടിനി മേലിലതെങ്കിലും ഒന്നുദകകൃത്യങ്ങൾ ചെയ്യുവാനെത്തിടും. ഇനിയൊരു പുലരി എനിക്കുണ്ടെങ്കിൽ അത് എൻ്റെ മരണത്തിൻ്റെ ഉദകക്രിയ ചെയ്യുവാനായിരിക്കണം. സ്ഥിരതയില്ലാത്ത ലോകത്തിലെന്തിനായി ചിരവിരഹി ഞാൻ മേലിലും കേഴണം. ഒന്നിലും സ്ഥിരതയില്ലാത്ത ഈ ലോകത്ത് ഞാൻ എന്തിനാണ് ഇനിയും ജീവിച്ചിരിക്കുന്നത്? മധുരചിന്തകൾ മാഞ്ഞുപോയിടവേ മരണമാണിനി ജീവിച്ചിരിക്കുവാൻ. എനിക്കിനി മരണം മാത്രമാണ് മുന്നിലുള്ളത്. ജീവിച്ചിരിക്കുവാൻ അല്പം പോലും യോഗ്യനല്ല ഞാനിവിടെ എന്ന് കവി സ്വയം പറയുന്നു. ഹൃദയമില്ലാത്ത ലോകമേ എന്തിനായി അതിനു കാരണം ചോദിപ്പു നീ സദാ. ഹൃദയമില്ലാത്ത ഈ ലോകത്ത് എന്തിനാണ് എല്ലാവരും
ഞാൻ മരിക്കാനുള്ള കാരണം തിരയുന്നത്? പരസഹസ്രം രഹസ്യമുണ്ടെന്നുമെൻ പുറകിൽ നിന്നിതം പുറകിൽ നിന്ന് വിങ്ങിക്കരയുവാൻ ആയിരക്കണക്കിന് കാരണങ്ങൾ എനിക്കുണ്ട് എന്ന് കവി പറയുന്നു. സമയമായി ഞാൻ നീളും നിഴലുകൾ ക്ഷമയളന്നതാ നിൽക്കുന്നു നീളവേ. ഇനി എനിക്ക് ഒട്ടും സമയമില്ല. എൻ്റെ നിഴലുകൾ അക്ഷമരായി എന്നെ കാത്തിരിക്കുന്നു. എനിക്ക് മരണത്തിലേക്ക് പോകുവാൻ സമയം അടുത്തിരിക്കുന്നു എന്ന് കവി പറയുന്നു. എങ്കിലും പ്രണയം നഷ്ടപ്പെട്ടിട്ടും കാമുകിയെ ഒരിക്കൽ പോലും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നില്ല. പ്രണയത്തെ അത്രയും വലിയൊരു കാര്യമായി കൊണ്ടു നടക്കുന്ന കവിയെയാണ് നമ്മളിവിടെ കാണുന്നത്. പവിഴരേഖയാൽ ചുറ്റും അനന്തമാ ഗഗനസീമയിൽ പ്രേമപ്പൊലിമയിൽ കതിർവിരിച്ചു വിളങ്ങുമാ കാർത്തിക കനകതാരമുണ്ടൻ കർമ്മസാക്ഷിയായി. അവൾ അവങ്കില ദൂരെയാണെങ്കിലും അരികിലുണ്ടെനിക്കെപ്പോഴും കൂട്ടിനായി. അവൾ എന്നിൽ നിന്നും എത്ര അകന്നു പോയാലും എൻ്റെ ഓരോ നിമിഷവും അവൾ എനിക്കായി കൂട്ടിരിക്കുന്നു. എൻ്റെ ഓർമ്മകളിൽ നിന്നും അവൾ ഒരിക്കലും മാഞ്ഞു പോകില്ല എന്ന് കവി പറയുന്നു. കഠിനകാലം കഥനമൊരൽപ്പമാ കവിളിണയിൽ കലർത്താതിരിക്കണേ. നിസ്വാർത്ഥമായ പ്രണയമാണ് നമ്മൾ ഈ വരികളിൽ കാണുന്നത്. എനിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും എൻ്റെ കാമുകിയുടെ കവിളിണയിൽ ഒരു തുള്ളി കണ്ണീർ പോലും വരുത്താതിരിക്കണേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. പരിഭവത്തിൻ പരുഷ പാഷാണകം തുരുതുരയായി പതിച്ചു തളർന്നൊരൻ ഹൃദയം മൺഭിത്തി ഭേദിച്ചു തീരുമി രുധിരബിന്ദുക്കൾ ഓരോന്നും മൊഴിയിൽ. പ്രണയഗാനം എഴുതുന്ന തൂലികയ്ക്കുണർവിയറ്റുമോ ഏറ്റാൽ ഫലിക്കുമോ. ഇത്രയൊക്കെ പരിഭവങ്ങൾ പറഞ്ഞ് തളർന്നു പോകുന്ന എൻ്റെ മനസ്സിൻ്റെ ഹൃദയഭിത്തിയിൽ നിന്നും മുതിർന്നു വീഴുന്ന രക്തത്തുള്ളികൾ പ്രണയഗാനം എഴുതി തുടങ്ങുന്ന ഓരോ കവിക്കും ആ കവികളുടെ തൂലികയിൽ മഷിയായി പടർന്ന് ഇനിയും ഒരുപാട് നല്ല പ്രണയ കവിതകൾ ഉണ്ടാകട്ടെ എന്ന് കവി ചിന്തിക്കുന്നു. തൻ്റെ രക്തസാക്ഷിത്വം കൊണ്ട് കവികൾക്കും കവിതകൾക്കും ഉണർവുണ്ടാകാൻ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആശ്വസിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ ആശംസിച്ചുകൊണ്ടാണ് അദ്ദേഹം കവിത അവസാനിപ്പിക്കുന്നത്. ഈ കവിതയിൽ നമ്മൾ കാണുന്നത് ഒരു ചെറിയ കാര്യത്തിന് പോലും, ഒരു ചെറിയ കാര്യം കൊണ്ടുപോലും ഒന്നും സഹിക്കാൻ കഴിയാതെ മരണത്തെ മാത്രം മുന്നിൽ കണ്ട് നടക്കുന്ന കവിയെയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്രത്തോളം ലോലമായിരിക്കും എന്ന് ഇതിൽ നിന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. എല്ലാത്തിനും കാരണം അദ്ദേഹത്തിൻ്റെ അന്തർമുഖത്വമായിരിക്കണം. ഒന്നും തുറന്നു പറയാൻ കഴിയാതെ മറ്റുള്ളവർ പറയുന്നത് സങ്കടത്തോടെ ഏറ്റുവാങ്ങിക്കൊണ്ട് തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ഒരുപക്ഷെ തൻ്റെ കുട്ടിക്കാലത്ത് നിന്ന് കിട്ടിയ ദുരനുഭവങ്ങൾ കൊണ്ട് മാത്രമായിരിക്കും. ചെറുപ്പം തൊട്ടേ യാതൊരു സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയാതിരുന്ന കവി തനിക്ക് ചുറ്റുമുള്ള സന്തോഷങ്ങളൊന്നും സ്വീകരിക്കാൻ കഴിയാതെ പോയതും അതുകൊണ്ട് തന്നെയായിരിക്കണം. ഒരു പ്രണയം നഷ്ടപ്പെട്ടാൽ അടുത്ത പ്രണയത്തിന് പിന്നാലെ ഓടുന്ന പുതിയ തലമുറ ഇങ്ങനെ ഒരു കവിയെ ഒരു പക്ഷേ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കില്ല. എങ്കിലും പ്രണയത്തിനു വേണ്ടി സ്വന്തം ജീവിതം തന്നെ ബലി കൊടുത്ത ഒരു കവിയെയാണ് മണിനാഥത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും കവിത നന്നായിട്ട് വായിക്കണം. വായിച്ചതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നോട്ട് ബുക്കിൽ കവിതയുടെ സാരം, നിങ്ങൾ ഓരോരുത്തരും ക്ലാസ് കണ്ടതിന് ശേഷം കവിതയുടെ സാരം നോട്ട് ബുക്കിൽ കുറിച്ച് വെക്കണം. ഓക്കെ.